Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Afternoon. Good afternoon, Miss. Good afternoon. ഇപ്പൊ വരാം ക്ലാസ് കൂടിയിട്ടെ ഉറങ്ങിക്കോ. Good afternoon, ma'am. Good afternoon. ആ എല്ലാരും ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ല മിസ്, കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ ക്ലാസ് തുടങ്ങിയല്ലോ. അത് ഇതിനിടയിലൂടെ നടക്കും. ഇഷ, കാലെങ്ങനെയുണ്ട്? കാല് ഇപ്പൊ കുറവുണ്ട് മിസ്, കുഴപ്പമില്ല. വേദനയൊക്കെ കുറവുണ്ട്. പ്ലാസ്റ്റർ എടുത്തില്ല, എടുക്കാറാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ എല്ലാവരും കണ്ടിരുന്നു ഇഷ. വീഡിയോ ഓൺ ചെയ്തിരുന്നു, എല്ലാവരും കണ്ടിരുന്നു. ആ പറഞ്ഞു, പക്ഷെ അന്ന് എനിക്ക് വീഡിയോ ഓണാക്കാൻ പറ്റിയൊരു സാഹചര്യമായില്ല. ഇനി എന്തായാലും അടുത്തൊരു ദിവസം ചെയ്യാം മിസ്. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് അന്നേരം ആ സമയം വരെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും എനിക്ക് കണ്ണിൽ ഇങ്ങനെ ഭയങ്കര ഇരുട്ടി കയറണ ഒരു എന്തോ വയ്യായി പോലെ തോന്നി. അതാണ് എല്ലാവരും പറഞ്ഞത്. മിസ്സിന് എന്ത് പറ്റിയെന്ന് അറിയില്ല, പെട്ടെന്ന് ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നി മിസ്സിന്. മുഖമൊക്കെ അങ്ങ് ഒരുമാതിരി പെട്ടെന്ന് അങ്ങ് സാഡായ പോലെ തോന്നിയെന്ന് പറഞ്ഞല്ലായിരുന്നു. അനുപമാന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ലാസ്റ്റ് ഓൺ ആക്കിയത് ക്യാമറ. പക്ഷെ എനിക്ക് ആൾ കണ്ട്, പക്ഷെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് നിങ്ങൾ എനിക്കൊന്നും കാണുന്നു, ഭയങ്കര ഇരുട്ട് കണ്ണിലേക്ക് ഇങ്ങനെ വന്ന പോലെ. അതാണ് പെട്ടെന്ന് എമർജൻസി ആക്കാന്ന് പറയാൻ കട്ട് ചെയ്ത് പോയത്. പിന്നെ കുറെ പ്രാവശ്യം ഫുഡ് പോയിസൺ ആയിരുന്നു. ഒരു 10-15 വർഷത്തിൽ കൂടുതൽ മുറിച്ചേരി ഹോസ്പിറ്റലായിരുന്നു. രാത്രി വരെ ഹോസ്പിറ്റലായിരുന്നു ഞാൻ. ഇപ്പൊ പിന്നെ ഒന്ന് ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഓക്കെ ആയോ മിസ്? ഓക്കെ. മിസ് പോയിട്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് സഫിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ അപ്പോഴേക്ക് ഓടി. ഇല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എമർജൻസി ആണ് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതാണ് അങ്ങനെ വൈകിട്ട് ചെയ്ത് പോയി. അല്ലെങ്കിൽ എല്ലാരും മിസ് പറഞ്ഞല്ലോ ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീവ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. അപ്പൊ ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരുന്നു കുറച്ചു നേരം. സിസ്റ്റം ഒന്ന് കാണുന്നു, ഞാൻ എങ്ങനെയാ റെക്കോർഡ് ഓഫ് ചെയ്തതെന്നും എനിക്കറിയില്ല. മിസ് അപ്പൊ പുറത്തുപോയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കുകയും ചെയ്തു? ഇല്ല, വീട്ടിലെ തന്നെ അത് രാത്രിയാണ് ചോറ്. രാത്രി ഒരു 8 മണിയായപ്പോഴാണ് ചോറ് വെച്ചത്. അപ്പൊ അതിൽ കുറച്ച് ബാലൻസ് വന്നപ്പോ പിറ്റേ ദിവസം
കളയാതെ ഞാൻ എന്ത് ചെയ്തത് നമുക്ക് മാത്രമല്ലേ അപ്പൊ അത് കൊണ്ടുവന്നു. പക്ഷെ ഉച്ചക്ക് കഴിച്ചപ്പോ ഒന്നും അതിലെ പ്രശ്നം സ്മെല്ല് തോന്നി. ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പക്ഷെ അത് ചീത്തയായിട്ടുണ്ടായിരുന്നു. അതാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞ കുട്ടിയെ കാണിക്കും. കഴിച്ചത് കംപ്ലീറ്റ് പോയി. ചെയ്ത് പോയായിരുന്നു. അത് ചിലപ്പോ നമ്മൾ കാണാതെ ചിലപ്പോ ഫംഗലായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്ക് വൃത്തിയായിരിക്കല്ലേ കുഴപ്പമില്ല, പക്ഷെ അതിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു അംശം വന്നാലും മതി. ശരിയാ. സഫയെ കയറിയിട്ടില്ല ആബ്സെന്റ് ആവാറില്ലല്ലോ. ആരാണ് പ്രയർ? ഞാനാണ് പ്രയർ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. അതുകൊണ്ടാണ് കേട്ടോ. അതങ്ങനെ എല്ലാരും ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് പോയത് കേട്ടോ. പിന്നീട് ഒരു ദിവസം ഓൺ ചെയ്യാത്തവർക്ക് അല്ല, നമുക്ക് ഒന്നുകൂടെ പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് സംസാരിക്കാം. ഓക്കെ, ശരി, പാടിക്കോളൂ. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together, bind us together with love. There is only one God, there is only one King, there is only one body. That is why we sing. Bind us together, God, bind us together with cords that cannot be broken. We are the children of God. We are His promise divine. We are His chosen desire. We are the glorious new vine. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together, bind us together with love. Bind us together with love. Thank you, Miss. Okay. Thought of the day. ടീച്ചറെ ഞാൻ തോട്ട് സൗമ്യ. സൗമ്യ ചിരിച്ചാണോ സംസാരിക്കുന്നത്? ആണോ? അത് ഞാൻ അധികം ക്ലാസ്സിൽ കേറിയിട്ടില്ല, അതുകൊണ്ടാ. ക്ലാസ്സിലെ അധികം കേറിയിട്ടില്ല. സൗമ്യ പുതിയ ആളാണോ? അതെ. വെൽക്കം. ഓക്കെ, പറയട്ടെ ടീച്ചറെ. Let us sacrifice our today so that our children can have a better tomorrow. Dr. APJ Abdul Kalam. Okay. സൈനി ആരാണ്? ഞാനാണ് മിസ്സേ. Welcome, welcome. How do you do? I'm so glad to see you. Sit down, all in ring. Hold each other's hands too. Happy, happy, that's how feel when we are together. Happy, happy, that's how feel when we are together. Good afternoon, all. I'm your own Nisha, signing today. First of all, I would like to welcome Abdulamis today's class. Then I would like to welcome everyone who is attending the live class today. Thank you. Okay. Very good afternoon to all. Good afternoon, Miss. Good afternoon, Miss. സഫിയ വന്നോ? Hello. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ.
നമ്മള് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തോണ്ടിരുന്നത്. അതെ മാം. PDF കാണാമോ? PDF-ന്റെ അകത്തൊന്നും കാണുന്നില്ലല്ലോ. ബ്ലാങ്ക് PDF ആണ് കാണുന്നത്. ഓക്കെ ഓക്കെ മിസ്. സീക്വൻസ് ഓഫ് ലാംഗ്വേജസ് അല്ലേ പറഞ്ഞു കേട്ടത്? സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അതെ. ഞങ്ങളെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞല്ലേ, 4 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു. പബ്ലിക് സ്റ്റേജ് വരെ പറഞ്ഞില്ലേ? അതെ മിസ്. Around 40 weeks ആവുമ്പോൾ, around 40 weeks, the baby imitates sounds made by adults and take these sounds into the sound system. Now the baby says one word. 40 weeks ആവുന്ന സമയത്ത് കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? Baby imitates sound made by adults. ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അല്ലെ, മറ്റേ മുതിർന്നവരുടെ ശബ്ദം. അത് ഒബ്സർവ് ചെയ്തതിനു ശേഷം എന്താണ് അവർ അവരുടേതായ വോയിസിൽ അല്ലെ, അവരുടേതായ രീതിയിൽ അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ഒരു 40 വീക്സ് ആവുന്ന ടൈമില് അവരത് പറയാനായിട്ട് ശ്രമിക്കുന്നു. Now the baby say one word. ഒരു വേർഡ് കുഞ്ഞ് സംസാരിക്കുന്നത് ഏത് സമയത്താണ്? അറൌണ്ട് 40 വീക്സ് സമയത്തായിരിക്കും കുഞ്ഞൊരു വേർഡ് സംസാരിക്കുന്നത്. ഓക്കെ, around 40 weeks, the baby imitates sound made by adults and take these sounds into the sound system. Now the baby says one word. Okay. ഇനി around 52 weeks ആവുമ്പോൾ എന്താണ്? Around 52 weeks the baby says 2 or more words. എന്താണ്? ഒന്നോ അതിൽ കൂടുതൽ അല്ലെ, രണ്ടോ അതിൽ കൂടുതൽ വേർഡ്സ് സംസാരിക്കുന്നു. എപ്പോഴാണ്? 52 വീക്സ് ആവുന്ന സമയത്ത്. ഓക്കെ, then around 18 months, 18 മാസം ആവുമ്പോഴോ baby combines words from basic sentence pattern. അതെന്താ പറയുന്നത്? 18 months ആവുമ്പോൾ എങ്ങനെയാണ്? ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചിട്ട് കുഞ്ഞ് എന്ത് പറയുന്നു? സെന്റൻസ് പാറ്റേൺസുകൾ അല്ലെ, ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചിട്ട് അത് വാക്യങ്ങളായിട്ട് കുഞ്ഞ് പറയാൻ ആരംഭിക്കുന്നു അല്ലെ. കമ്പൈൻ ചെയ്ത് വേർഡ്സുകൾ ഉപയോഗിച്ച് കുഞ്ഞ് എന്ത് ചെയ്യുന്നു? സെന്റൻസ് പാറ്റേൺസിൽ സംസാരിക്കാൻ ആരംഭിക്കുന്നു അല്ലെ. അതായത് ഒന്നിൽ കൂടുതൽ വാക്കുകൾ സംയോജിച്ചിട്ട് അടിസ്ഥാനമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ സെന്റൻസുകൾ കുഞ്ഞ് സംസാരിക്കുന്നു. ഏത് മാസത്തില്? 18 മാസം ആവുന്ന സമയത്ത്. ഹലോ, ഉറങ്ങാണോ? എല്ലാ കുട്ടികളും ഈ 18 മാസം ആകുമ്പോ പിന്നെ സെന്റൻസ് മേക്ക് ചെയ്യും? എല്ലാ കുട്ടികളും അല്ല, എന്റെ കുട്ടി സെന്റൻസ് ഒന്നും മേക്ക് ചെയ്യില്ല, ചെറിയ ചെറിയ വാക്കുകളോ പറയുന്നുള്ളൂ. ഒരുപാട് സെന്റൻസ് എന്നല്ല പറയുന്നത്, 1-2 വാക്കുകൾ കൂട്ടി യോജിച്ച് ചെറിയ വാക്യങ്ങളൊക്കെ പറയാനായിട്ട് ആരംഭിക്കും കേട്ടോ. ചെറിയ വാക്യം എന്ന് പറയുന്ന എക്സാമ്പിൾ എന്താ പറയാ? അമ്മ പോയി വന്നു. എന്റെ മോൾ ആദ്യമായിട്ട് പറഞ്ഞത് അമ്മ പാപ്പ് എന്നാണ്. പാപ്പ് ചെരുപ്പിനെയാണ് അമ്മ പാപ്പ്. എന്തെങ്കിലും വേണം എന്ന് കുട്ടികൾ പറയല്ലേ, എന്തെങ്കിലും സാധനം പാവം വേണം, അങ്ങനെയൊക്കെ ചെറിയ വാക്കുകൾ 2 വാക്കുകൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്താണ് ഒരു സെന്റൻസ് പാറ്റേൺ അവർ പറയുന്നത്. ഓക്കെ, പിന്നെ around 24 months
The baby use simple phrases and understand simple directions. Around 24 months, the baby use simple phrases and understand simple directions. 24 മാസം ആവുന്ന സമയത്ത് എന്താണ് ലളിതമായിട്ടുള്ള ശൈലികൾ കുഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. ഫ്രേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഫ്രേസസ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ഫ്രേസസ്. ഫ്രേസസ് ഒക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ളതല്ലേ? അതായത് ഒന്നിലധികം വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു വാക്ക് പറയുന്നത്. അറിയാമോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു എക്സാമ്പിള്. എന്താണ് ലുക്ക് എന്ന് പറഞ്ഞാല്? ലുക്ക്, LOOK, ലുക്ക്. നോക്കുക എന്നുള്ളത്. നോക്കുക. ഓക്കെ. ആഫ്റ്റർ, എന്താണ് ആഫ്റ്റർ? കഴിഞ്ഞ. ശേഷം. ആഫ്റ്റർ എന്താണ്? എന്താണ്? ലുക്ക് ആഫ്റ്റർ എന്താണ്? നോക്കഴിഞ്ഞോ? നോക്കിയ ശേഷം. അതൊരു ഫ്രേസൽ വെർബാണ്. ഫ്രേസൽ വെർബ് എന്താ? പ്രൊട്ടക്ട് എന്നാണ് അർത്ഥം അല്ലെ? ക്യാപ്ചർ എന്ന് പറഞ്ഞാല് പ്രൊട്ടക്ട് എന്നാണ് അതിനൊരു മീനിങ്. അതാണ് ഫ്രേസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് രണ്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വാക്ക് പറയുന്നതാണ് അതിന്റെ മീനിങ്. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മീനിങ് ആണ് അതിന് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കുട്ടികൾ എന്താണ് 2-3 വാക്കുകൾ, ഏകദേശം 2 വാക്കുകൾ ഉപയോഗിച്ചിട്ട് എന്താണ് ലളിതമായ ശൈലികൾ പറയാൻ തുടങ്ങും. പിന്നെ അതുപോലെ എന്താണ് സിമ്പിൾ ഡയറക്ഷൻസ് മനസ്സിലായി. എന്താണ് സിമ്പിൾ ഡയറക്ഷൻസ് എന്ന് പറയുന്നത്? ദിക്കുകൾ അല്ലെ? ഏകദേശം ദിശ മനസ്സിലാക്കാനൊക്കെ പിന്നെ ആരംഭിക്കുന്നത് ഒരു 24 മാസം ആവുന്ന സമയത്ത് പിന്നെ അറിയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു 36 മാസം ആവുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു? ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഇതൊക്കെ ലാംഗ്വേജിന്റെ ബേസ്ഡ് ആണ് നമ്മൾ പറയുന്നത്. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും, കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. Yes, around 36 months, the child's vocabulary enormously increase. അല്ലെ? വലുതായിട്ട് തന്നെ എന്താണ് ഒരുപാട് വൊക്കാബുലറീസ് പിന്നെ പഠിക്കുന്നത്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. 3 വയസ്സായിട്ടുണ്ടാവില്ലേ അപ്പൊ കുട്ടിക്ക്? 3 വയസ്സ്. Now he talks in sentences. പിന്നെന്താണ്? പിന്നെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? പിന്നെ സെന്റൻസ് വൈസ് സംസാരിക്കുന്നു, വാക്യങ്ങൾ സംസാരിക്കുന്നു. ആൻഡ് ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ചോദിക്കുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിന് നമ്മൾ വാക്യങ്ങളുടെ രൂപത്തിൽ, സെന്റൻസ് പാറ്റേണിന്റെ രൂപത്തിൽ കുഞ്ഞ് മറുപടി നൽകുന്നു. Around 36 months. Okay, around 36 months, the child's vocabulary enormously increase. Now he talks in sentence and answers simple questions. Then, around 4 years, the child use conjunctions and understand prepositions. Around 4 years, 4 വയസ്സാകുന്ന സമയത്ത് കുട്ടി conjunctions ഉപയോഗിക്കുന്നു. What is conjunction? എന്താണ് കൺജക്ഷൻ? ഇംഗ്ലീഷിൽ കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ ഒക്കെ ഈ വയസ്സിലൊക്കെ കുട്ടികളെ പഠിക്കും. അത് മീൻസ് മലയാളത്തിലാകുമ്പോ ഓക്കെ, ഇംഗ്ലീഷിലൊക്കെ ആകുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി. കൺജക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു സെന്റൻസിൽ 2-3 വാക്കുകൾ, അതായത് 2-3 സംസാരിക്കും അല്ലെ? യോജിപ്പിക്കുക. യെസ്, 2 വാചകങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന വാക്കുകളാണ് എന്താ കൺജക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതൊക്കെയായിരിക്കും? ഒരു എക്സാമ്പിൾ പറഞ്ഞാല് എക്സാമ്പിൾ എന്തായിരിക്കും? നമ്മള് പറയൂലേ ഒരു കാര്യങ്ങൾ വന്നിട്ട് പിന്നെ അതുകൊണ്ട് ഒക്കെ എല്ലാത്തിനും എന്താണ് ഏകദേശം ഒരേ മീനിങ് തന്നെയല്ലേ? അപ്പൊ ഇങ്ങനെ പറയും എന്താണ്? I went to school and I went to school and met my friend. സ്കൂളിൽ പോയി, അതിന്റെ കൂടെ ഒരു എന്താണ് 2 വാക്കുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു വാക്ക് ഏതാണ് അവിടെ വന്നിരിക്കുന്നത്? അപ്പൊ ആൻഡ് അല്ലെ? ഇതാണ് കൺജക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? പ്രത്യേക 2 വാചകങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺജക്ഷൻസ് എന്ന് പറയുന്നത്. കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കൺജക്ഷൻസ് കുറെ വരും അല്ലെ? കുട്ടികളുടെ വർത്തമാനത്തിൽ എന്താണ് കൺജക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട് അല്ല? അവർ പറഞ്ഞു തന്നെ ആവർത്തിച്ച് ഒരു വാക്കിനെ അല്ലെങ്കിൽ ഒരു സെന്റൻസിനെ കൂട്ടിച്ചേർക്കാനായിട്ട് പിന്നെ അല്ലെങ്കിൽ പക്ഷേ അങ്ങനെയൊക്കെ വന്ന് വാക്കുകൾ ഇങ്ങനെ കൂടി വരുന്ന സമയമാണ് ഇപ്പോ 4 വയസ്സാവുന്ന ആ ഒരു ടൈമിലാണ് കുട്ടികളെ കൺജക്ഷൻസ് യൂസ് ചെയ്യുന്നത്.
പിന്നെ എന്താണ് പ്രിപ്പോസിഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതും 4 വയസ്സാവുന്ന സമയത്താണ്. ഓക്കെ, ഇനി around 5 years the child speaks without infantile articulation. Around 5 years the child speaks without infantile articulation. എന്താണ് infantile articulation? കുട്ടിത്തം മാറ്റിയിട്ട് സംസാരിക്കുന്നതാണോ? യെസ്, വെരി ഗുഡ്. ഉച്ചാരണമില്ലാതെ കുട്ടി സംസാരിക്കുന്നത്. ആ ഒരു 5 years ആകുമ്പോൾ ഏകദേശം എന്താണ് സെന്റൻസസിനൊക്കെ ഒരു പറയുന്നതിന് ഒരു വടിവ് വരും അല്ലെ. കുറച്ചെന്താണ് കുറച്ചും കൂടി എന്താ പറയാ, അക്ഷരങ്ങളും ഉപയോഗിക്കുന്ന വാക്കുകളുടെ രീതികൾക്കൊക്കെ എന്താണ് ആ ഉച്ചാരണത്തിൽ വ്യത്യാസം വരുന്നത് അല്ലെ. കുട്ടി പ്രൊണൗൺസ് ചെയ്യുന്ന രീതിയിൽ എന്ത് വരുന്നുണ്ട്, വ്യത്യാസം വരുന്നത് അല്ലെ. ആ ഒരു കുട്ടിത്തം മാറിയിട്ട് കുട്ടി സംസാരിക്കുന്ന പോലെ അല്ലാതെ എന്താണ് വാക്കുകൾ മനസ്സിലായില്ലേ, വാക്കുകളൊക്കെ കൃത്യമായിട്ട് ഏകദേശം ഫുള്ളായിട്ടെന്നല്ല, ഉച്ചാരണം കുറെ കൂടെ എന്താണ് ബെറ്ററായിട്ട് വരുന്ന സമയമാണ് 5 വയസ്സ്. 5 വയസ്സാകുമ്പോൾ കുട്ടി ഏത് ക്ലാസ്സിലായിരിക്കും? 1ാം ക്ലാസ്സിലായിരിക്കും. UKG. 3 വയസ്സിലാണ് ചേർക്കുന്നതെങ്കിൽ ആ കുട്ടി 1ാം ക്ലാസ്സിലായിരിക്കും. LKG UKG കഴിഞ്ഞു. അംഗനവാടിയിലല്ലേ, പ്ലേ സ്കൂളിലല്ലേ വിടുന്നത്? ഇല്ല, ഇപ്പൊ കുറെ കുട്ടികളിലൊക്കെ 3 വയസ്സിൽ LKG-യിലാണ് കൊണ്ടുപോയി ചേർക്കുന്നത്. എന്റെ മോന് 5 വയസ്സ്. അപ്പൊ UKG-യിലാവുമ്പോ 5 വയസ്സ് അല്ലേ? ഓക്കെ, അപ്പൊ ആ കുട്ടികളുടെ സംസാരം നിങ്ങളും ശ്രദ്ധിച്ചാൽ മതിയാവും അല്ലെ. കുറെ സെന്റൻസും വാക്കുകളൊക്കെ അവർ കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് 5 years എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സീക്വൻസ് അനുസരിച്ചിട്ടാണ് ഏകദേശം ഈ വീക്ക് ബൈ മന്ത് ബൈ ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഓരോ കുട്ടികളിലും നടക്കുന്നത്. എന്തൊക്കെ ജനറൽ അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ പറയുന്നത്, ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു വരുന്നത് എങ്ങനെയാണ്? അറ്റ് ബർത്ത് ലാംഗ്വേജ് ഈസ് പ്രാക്ടിക്കലി ആബ്സെന്റ്. ജനന സമയത്ത് എന്താണ് ലാംഗ്വേജ് പ്രായോഗികമല്ല അല്ലെ. ഭാഷ ജനന സമയത്ത് പ്രായോഗികമല്ല. ആ സമയത്ത് ഭാഷ ഇല്ല കുട്ടിക്ക്. പിന്നെ എന്താണ് about 4 weeks small throat sounds are not raised. അത് കൊള്ളാം. നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയണോ അല്ലെ? നിങ്ങൾ പറയൂ. ചെറിയ ചെറിയ ശബ്ദങ്ങൾ 4 മാസം ആകുമ്പോ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ തൊണ്ടയിൽ ഓരോ പോയിന്റ് പറഞ്ഞാൽ മതി. തേർഡ് പോയിന്റ് ഒരാൾ പറഞ്ഞേ. തേർഡ് പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ കുട്ടികളെ ചിരിക്കുകയും ഒരു കൂകുന്ന പോലുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. 16 മാസം ആവുന്ന സമയത്ത് ചിരിക്കുകയും. അടുത്ത ആള് പോയിന്റ് പറഞ്ഞേ. 28 ആഴ്ച റിപ്പീറ്റ് ആയിട്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ എന്ന പോലത്തെ ബബ്ലിംഗ് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. വെരി ഗുഡ്. അടുത്ത പോയിന്റ് 40 ആഴ്ചയാകുമ്പോ കുട്ടികള് നമ്മുടെ പേരൻസിന്റെ ഒക്കെ സൗണ്ട് അവർക്ക് മനസ്സിലാവാനൊക്കെ സാധിക്കും. പിന്നെ അവരെ സൗണ്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കും പിള്ളേരൊക്കെ. 52 വീക്സ് ആവുമ്പോ കുട്ടികള് 2 അതിലധികമോ വേർഡ്സുകളൊക്കെ പറയാൻ തുടങ്ങും. 18 മാസം ആവുമ്പോൾ കുഞ്ഞ് വാക്കുകൾ കൂടിച്ചേർത്ത് ചെറിയ വാക്യങ്ങൾ പറയുന്നു. ഇത് അഞ്ചു ക്ലിയർ അല്ല കേട്ടോ. ഒന്നേ 24 മാസമാകുമ്പോ കുട്ടികള് 24 മാസമാകുമ്പോ കുട്ടികൾ ഓരോ ദിക്കുകള് മനസ്സിലാക്കി തുടങ്ങും. ഇവിടെ സിമ്പിൾ ഫ്രേസസുകളും അതുപോലെ സിമ്പിൾ ഡയറക്ഷൻസും കുഞ്ഞ് മനസ്സിലാക്കി. ഇനി എന്താണ് അറൌണ്ട് 36 months. അറൌണ്ട് 36 months എന്താ സംഭവിക്കുന്നത്? ചൈൽഡ് വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. കൂടുതൽ വേർഡ്സ് വർദ്ധിക്കും. അവരുടെ വൊക്കാബുലറി വർദ്ധിപ്പിക്കും. He talks in sentences.
സെന്റൻസസ് വൈസ് സെന്റൻസ് ആയിട്ട് സംസാരിക്കുകയും ആൻസർ ഒക്കെ ക്വസ്റ്റ്യനിന് ആൻസർ കൊടുക്കുകയൊക്കെ ചെയ്യും. അറൌണ്ട് 4 years. വാക്കുകളെ കൂട്ടിച്ചേർത്ത് പറയാൻ വേണ്ടി വാക്കുകളെ തമ്മിൽ, രണ്ട് വാക്കുകൾ തമ്മിൽ കൂട്ടി ചേർത്തിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടാക്കുകയും അതേപോലെ പ്രിപ്പോസിഷൻസ് ഒക്കെ യൂസ് ചെയ്യുകയും ചെയ്യും. Yes. Okay. Four years പറഞ്ഞോ? 4 years പറഞ്ഞു, ഇനി 5 years ആണ്. കൊഞ്ചിട്ടുള്ള കുട്ടികളുടെ സംസാരവും അവരുടെ ആ കൊഞ്ചിട്ടുള്ള ഉച്ചാരണത്തിലൊക്കെ സംസാരം മാറ്റങ്ങൾ കുട്ടിത്വം. വരും. കുട്ടിത്തൊക്കെ മാറും. Okay, very good. Much of the speech pattern that child learns is the result of substitution of others. During the course of learning, it is possible that certain speech disorders like omission, stuttering, stammering, etc. may come out. ഇനി കുട്ടികൾ സംസാരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആ ഒരു സ്പീച്ചിങ് പാറ്റേൺ വരുന്നതില് മറ്റുള്ളവരുടെ സ്വാധീനം ഉണ്ടോ? ശരിക്കും പറഞ്ഞാല് കുട്ടികൾ സംസാരിക്കുന്നതില് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. സംസാരിക്കുന്ന സംസാര രീതിയുടെ എന്താണ് ഭൂരിഭാഗവും എന്താണ് മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു അഡാപ്ഷൻ ആണ്, അല്ലെ, അബ്സോർബേഷൻ അനുസരിച്ചിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത്. അപ്പൊ കുട്ടി പഠിക്കുന്ന സംസാര രീതിയുടെ ഭൂരിഭാഗവും ആരാണ്? മറ്റുള്ളവരിൽ നിന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഇമിറ്റേഷൻസിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന രീതിയിൽ നിന്നുമാണ് ഓരോ സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുന്നതും സെന്റൻസസ് പറയുന്നത്. നമ്മള് മുതിർന്നവരുടെ സംസാര ശൈലിയിൽ എന്താണ് ചില വാക്കുകൾ പറയുന്നതിൽ കുറിച്ച് എന്താണ് ഏറ്റക്കുറിച്ചിൽ ഉണ്ടാകാം, നീട്ടി പറയുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒതുക്കി പറയുന്നത്. അപ്പൊ ആ സംസാര ശൈലി കുഞ്ഞ് മനസ്സിലാക്കുന്നത് അതിനനുസരിച്ച് കുഞ്ഞ് പറയുവാനും പിന്നെ എന്താണ് കുറച്ചുകൂടി വ്യക്തതയോടെ പറയാനും ഉച്ചാരണമൊക്കെ കുറച്ചുകൂടി ബെറ്ററായി വരാനായിട്ട് എങ്ങനെയാണ് അതിന് സഹായിക്കുന്നവരെ മറ്റുള്ളവരെ ശ്രദ്ധിച്ചിട്ട് കൊണ്ടാണ്, അല്ലെ, അവരിൽ നിന്നുള്ള ഒരു ഒബ്സർവേഷൻ അനുസരിച്ചിട്ടാണ് കുഞ്ഞ് ഓരോ സെന്റൻസുകളും ആദ്യമായിട്ട് സംസാരിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികളുടെ സംസാര രീതിയിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ആരാണ്? മറ്റുള്ളവരിൽ പഠിക്കുന്ന അമ്മയാണ്, അല്ലെ, സ്വന്തം അമ്മയും അല്ലെങ്കിൽ അച്ഛൻ, മുത്തശ്ശി എന്നിവരിൽ നിന്നുള്ള ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അവർ സംസാര ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഒരു ബേസ് കിട്ടുന്നത്. ഓക്കെ, during the course of learning, it is possible that certain speech disorders like omissions, stuttering, stammering, etc. may promote. അപ്പൊ ഈ ഒരു സമയത്താണ് എന്താണ് കുട്ടികളില് കുറച്ച് സ്പീച്ച് ഡിസോർഡേഴ്സ് ഒക്കെ അറിയാൻ പറ്റുന്നത്. നമുക്ക് ഈ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു ചെറിയ ഏജിലായിരിക്കും മനസ്സിലാവും, അല്ലെ. കുഞ്ഞിനിപ്പോ ചെറിയ വൈകല്യങ്ങൾ, ഇപ്പോ ലാംഗ്വേജ് ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യ കാലങ്ങളിൽ തന്നെ മനസ്സിലാവും. സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും? എന്തൊക്കെ ഡിസോർഡർ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഡിസോർഡർ ലൈക്ക് ഒമിഷൻസ്. ഒമിഷൻ എന്താണ്? ഒമിഷൻ എന്താണ്? സംസാരിക്കാതെ കുഞ്ഞ് ഒഴിവായി പോകുന്നത്, അല്ലെ. അത് സംസാരിക്കാത്ത രീതിയിൽ, അതായത് നമ്മൾ പറഞ്ഞാലും കുഞ്ഞ് ആ സിറ്റുവേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെടും. സ്റ്റട്ടറിങ് എന്താണ്? സ്റ്റട്ടറിങ് എന്താണ്? കട്ടായി പോവാണ് സംസാരം, ആയിട്ട് പോകും, അല്ലെ, ബ്രേക്ക് ചെയ്ത് പോകും. ഇതറിയില്ല, ശബ്ദം കൊണ്ട് ഇതറിഞ്ഞ് സംസാരിക്കും. ഓക്കെ, സ്റ്റാമറിങ് എന്താണ്? വിക്ക് എന്ന് പറയും, അല്ലെ, വിക്ക്. സ്റ്റാമറിങ് എന്താണ്? വിക്കി സംസാരിക്കും. ഒരു വാക്ക് കുട്ടിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാതെ എന്താണ് അതൊരു ഡിസോർഡർ ആണ്. ഇതിനകത്ത് പുറത്തേക്ക് വരില്ല. പക്ഷെ അത് മെയിനായിട്ട് നടക്കുന്നതിനൊക്കെ ടെൻഷൻ ആവും. ഭയങ്കര ടെൻഷൻ ആവും. എന്താണ് പറയാൻ പറ്റാതെ വരുമ്പോ ഒന്നുകൂടി ടെൻഷൻ ആവുന്ന സമയത്ത് എന്താണ് ഓരോ വാക്കുകൾ പോലും പുറത്തേക്ക് വരില്ല. ആ ഒരു സിറ്റുവേഷൻ ആണ് സ്റ്റാമറിങ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു സ്പീച്ചിങ് ഡിസോർഡേഴ്സ് ആണ്. ഇതൊക്കെയാണ് ഒമിഷൻസ്, സ്റ്റട്ടറിങ്, സ്റ്റാമറിങ്. അതൊക്കെ ആ ഒരു ടൈമിലാണ്, ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ആ ഒരു സമയത്താണ് നമ്മൾ അതൊക്കെ തിരിച്ചറിയുന്നത്. ഇത്തരത്തിലുള്ള വൈകല്യങ്ങള് കുട്ടികൾക്കുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് ഏതൊരു സമയത്താണ്? കുഞ്ഞിന്റെ ഭാഷാ വികസനത്തിന്റെ സമയത്താണ് ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഒമിഷൻ എന്നുകൂടി പറയാം മിസ്. എന്താണ് ഒമിഷൻ? ഒഴിവാക്കൽ എന്നുള്ള മീനിങ്. അത് സംസാരിക്കാതെ കുഞ്ഞ് അവിടെ നിന്ന് ഒഴിവായി വാങ്ങും. ഓക്കെ,
ഒഴിവാക്കലുകൾ. സ്റ്റട്ടറിങ് എന്താണ്? ഇടർച്ച. സ്റ്റാമറിങ്. സ്റ്റട്ടറിങ് സ്റ്റാമറിങ് രണ്ട് വാക്കാണ് കേട്ടോ മോനക്ക് വരുന്നത്. സ്റ്റാമറിങ് ആണ് വിക്ക് എന്ന് പറയുന്നത്. നമ്മള് വിക്ക്, മുരടിപ്പ് എന്നൊക്കെ പറയും മലയാളത്തില്. സംസാരം മുഴുവനായിട്ട് വരാതെ കുറച്ചൊക്കെ സംസാരിക്കില്ലേ, അതിനാണോ ഈ സ്റ്റട്ടറിംഗ് എന്ന് പറയാ? ഇടറി സംസാരിക്കില്ല, നമുക്ക് ശബ്ദം ഇടപാടില്ല ഇടയ്ക്കാണ്, പുറത്തേക്ക് വരാത്തൊരവസ്ഥ. ശബ്ദത്തിന് ചെറിയൊരു മാറ്റം വരൂലേ അപ്പൊ? സ്പീച്ച് ഡിസോർഡർ ആണ് അതൊക്കെ. ഇതെല്ലാം കുറെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ പാരന്റ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ കുഞ്ഞിന് ആ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുന്നത് അല്ലെ. അപ്പൊ ഇത് ആദ്യ കാലങ്ങളിൽ തന്നെ തിരിച്ചറിയുന്നതിനാൽ എന്താണ്, നമുക്ക് ചികിത്സിക്കാനും അതിനുള്ള തെറാപ്പീസ് ഒക്കെ കൊടുത്ത് ആ കുട്ടിയെ കൂടുതൽ സംസാരിപ്പിച്ച് നോർമൽ ആക്കാനൊക്കെയുള്ള എന്താണ് ഒരുപാട് വഴികളുണ്ട്. അത് ആദ്യ കാലഘട്ടത്തിൽ മാത്രമേ സാധിക്കുള്ളൂ അല്ലെ. ആ ഒരു ബേസിക് സ്റ്റേറ്റിൽ തന്നെ കുഞ്ഞു കൊടുക്കണം. അപ്പൊ ആദ്യ കാലങ്ങളിലാണ് നമ്മളിത് തിരിച്ചറിയുന്നത്. ആ ഒരു സമയത്ത് തന്നെ എന്താണ് അതിന് വേണ്ട രീതിയിലുള്ള കൊണ്ട് സംസാരിപ്പിക്കാൻ ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ, അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ വിക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് പ്രത്യേക പ്രോസസ്സുകളൊക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്താണ് പ്രത്യേകമായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും അവരോട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് എന്താണ് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് നേരത്തെ ഇത്തരത്തിലുള്ള സ്പീച്ചിങ് ഡിസോർഡേഴ്സ് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയൊരു എന്താണ് വൈകല്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്റ്റാമറിംഗ് ഉള്ള ആരെങ്കിലോട് സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെയുള്ള സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്ററ്ററിംഗ് ഉള്ള കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു, അടുത്തുണ്ടായിരുന്നു. ഇപ്പൊ അവന് ഒരുപാട് മാറ്റുണ്ട്, സ്പീച്ച് തെറാപ്പി കൊടുത്തിട്ട് മാറ്റുണ്ട്. പിന്നെ നമ്മളുടെ ഒരു ജയസൂര്യൻ അഭിനയിച്ചൊരു പടമുണ്ട്, സുദീപർണിക്കുന്ന പ്രസിഡന്റ്. അതിൽ ശരിക്കും ഇതിനെ കുറിച്ച് സ്റ്റാമറിങ്ങിനെ കുറിച്ചിട്ട് നല്ലൊരു ക്ലാസ് പറയുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ട്. അപ്പൊ അതില് പറയുന്നുണ്ട് വിക്ക് ഒരു അസുഖമല്ല, സ്റ്റാമറിങ് എന്നൊരു അസുഖമല്ല, അത് മനസ്സിൽ രൂപപ്പെടുന്ന ആ ഒരു ടെൻഷന്റെ ഭാഗമായിട്ട് ശബ്ദം പുറപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്ന് ആ സിനിമയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഞങ്ങളുടെ റിലേറ്റീവിൽ ഒരു ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടർക്ക് വിക്കാണ്. ഓക്കെ, ഇപ്പോഴും ശരിയായിട്ടില്ല? ഇല്ല ഇല്ല, എപ്പോഴും ഉണ്ട്. ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, യെസ്. അപ്പൊ ഈ സീക്വൻസസ് പഠിച്ചു വെക്കണം കേട്ടോ. സീക്വൻസ് സ്റ്റേറ്റസുകള് ബൈഹാർട്ട് എല്ലാം മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഓരോ പോയിന്റ്സ് എക്സാമിന് ചോദിക്കാം. അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. എന്തൊക്കെ ഘടകങ്ങളാണ് ഭാഷാ വികസനത്തിന് സ്വാധീനിക്കുന്നത്? ഇമ്പോർട്ടന്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്? ചൈൽഡ് മെച്യൂരിറ്റി പാറ്റേൺ. ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്താ? ചൈൽഡ്സ് മെച്യൂരിറ്റി പാറ്റേൺ. The child maturity level, or more particularly his physical and motor development, influences grammatical behavior at different ages. എന്താണ് ചൈൽഡ് മെച്യൂരിറ്റി പാറ്റേൺ എന്ന് പറഞ്ഞാല്? ഒരു കുട്ടിയുടെ ഭാഷ വികസിക്കുന്നത് ഏതൊരു സമയത്താണ്? ആ ഭാഷ പൂർണ്ണമായിട്ട് മാറുന്നത് ഏതൊരു സമയത്താണ്? ഏത് സമയത്താണ്? കുട്ടി മെച്യൂർ ആവുമ്പോ, മെച്യൂരിറ്റി ലെവൽ ആവുമ്പോ, കുട്ടിയിലെ വളർച്ച, കുട്ടിയിലെ പക്വത ബാധിക്കുന്നതിലൂടെ അല്ലെ. ആ ഒരു മെച്യൂരിറ്റി പാറ്റേൺ എത്തുന്ന സമയത്ത് നമ്മളെ തന്നെ ആലോചിച്ചാലും അതിൽ നിങ്ങളുടെ കുട്ടിയെ ആലോചിക്കാം. അപ്പൊ ഏതൊരു സമയം എത്തിയപ്പോഴാണ് കൃത്യമായിട്ട് സംസാരിക്കാനും കൃത്യമായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചത്? ഏതൊരു സമയത്താണ്? വലിയ കുട്ടിയായപ്പോഴല്ലേ? അതെ, മെച്യൂരിറ്റി എത്തുന്ന ഒരു സമയത്ത്, പക്വത ആർജിക്കുന്ന സമയത്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് പൂർണ്ണത കൈവരിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, എങ്ങനെയാണ് കുട്ടി മെച്യൂർഡായി എന്ന് പറയാനായിട്ട് പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ കുട്ടി പക്വത ആർജിച്ചു എന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്,
ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാകും അല്ലെ. ശാരീരികമായിട്ടും മോട്ടോർ ഡെവലപ്മെന്റ്സ് കുട്ടിക്ക് കൈവരിച്ചിട്ടുണ്ടാകും. പിന്നെന്താണ് ഇൻഫ്ലുവൻസസ് ഗ്രമാറ്റിക്കൽ ബിഹേവിയർ അറ്റ് ഡിഫറെന്റ് ഏജസ്. സംസാരത്തിലുള്ള വ്യത്യാസം. ഗ്രമാറ്റിക്കൽ ബിഹേവിയർ എന്താണ്? അതായത് വ്യത്യസ്ത സ്വഭാവത്തില് അല്ലെ വ്യത്യസ്ത പ്രായത്തിൽ എന്താണ് വ്യത്യസ്ത വ്യാകരണമായിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. ഒരു വയസ്സിലുള്ള ആ ഒരു ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കില്ല കുഞ്ഞ് 3 വയസ്സായ സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയി അല്ലെ. പിന്നെന്താണ് വൊക്കാബുലറീസ് വർദ്ധിച്ചു. പിന്നെന്താണ് അങ്ങനെ ഓരോ സ്റ്റേജ് കഴിയുന്നതിനനുസരിച്ച് എന്താണ് കുട്ടിയുടെ വ്യാകരണത്തിലെ ഓരോ ഏജിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവൻ മെച്യൂരിറ്റി പ്രാപിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് ഫിസിക്കലി മോട്ടോർ ഡെവലപ്മെന്റ് കുട്ടിക്ക് സംഭവിച്ചു. അതുപോലെ തന്നെയാണ് ഗ്രാമാറ്റിക്കൽ ഓരോ സ്റ്റേജിലും ഓരോ ഏജിലും ഓരോ വയസ്സിലും എന്താണ് കുട്ടിയില് ഗ്രാമാറ്റിക്കൽ ബിഹേവിയർ രൂപപ്പെടുന്നുണ്ട്. അതായത് വ്യാകരണ കുട്ടിയെ സ്വാധീനിക്കുന്നു. ഓക്കെ, ആ ഒരു സമയത്താണ് കുട്ടി പൂർണ്ണമായിട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റ് കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ പക്വതയാർജിക്കുന്ന സമയത്താണ് കുട്ടിയില് ഭാഷാ വികസനം സാധ്യമാവുന്നത് നമ്മള് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഒരു കുട്ടിയുടെ ഒരു എക്സാമ്പിൾ പോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞില്ലേ ചൈൽഡ് മെച്യൂരിറ്റി പാറ്റേൺ എന്ന് പറയുന്നത് കുട്ടിയിൽ ഉണ്ടാവുന്ന ഓരോ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അവൻ പക്വതയാർജിക്കുന്നതിലൂടെയാണ് അവൻ എന്ത് സംഭവിക്കുന്നത് ആ ഭാഷാ വികസനം കൈവരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പോലെയാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങള്. അറൌണ്ട് 6 months ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒരാൾ വായിച്ചാൽ മതി. അത് നിങ്ങളൊന്ന് ആദ്യം വായിക്കാൻ പറ്റുന്ന. വായിച്ചോ? വായിച്ചു. അങ്ങനെ വായിക്കാം. Around 6 months, the parents heard her producing sounds like ba ba ma ba 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 ba. അതായത് എന്താണ് 6 മാസം എന്ന സമയത്താണ് എന്ത് മനസ്സിലാക്കുന്നത്? അല്ലെ അച്ഛനമ്മയും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ് പാരന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ് ആണ് ഇങ്ങനെ പാപ്പ എന്നുള്ള സൗണ്ട്സ് ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് കേട്ടിട്ടാണ് കുട്ടികൾ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് ശ്രമം നടത്തുന്നത് അല്ലെ. അവരുടെ ആദ്യം ശബ്ദം ഉണ്ടാവും, പിന്നീട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അനുസരിച്ച് കുട്ടികൾ ആ ശബ്ദം ഇങ്ങനെ ഒബ്സർവ് ചെയ്തു പിന്നീട് അവരതിങ്ങനെ സംസാരിക്കാനായിട്ട് ആരംഭിക്കും. Then the development of such letter sound is called babbling. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ ചെറിയ ലെറ്റേഴ്സിനെ പറയുന്ന പേരാണ് ആ സൗണ്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വളരെ നിഷ്കളങ്കമായിട്ടുള്ള വേർഡ്സുകളാണ് അല്ലെ, ലെറ്റേഴ്സുകളാണത്. അതിങ്ങനെ ആദ്യ ഘട്ടങ്ങളിൽ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അനൂസ് മദറിനെ കുറിച്ചാണ് പറയുന്നത്. Anu's mother is very happy when an
Anu articulates her first meaningful word mom around the age of 9 months. എന്തുകൊണ്ടാണ് അനൂസിന്റെ അമ്മ ഹാപ്പി ആവാനുള്ള കാരണം? 9 മാസമായപ്പോ അമ്മാന്ന് വിളിച്ചപ്പോ എന്നുള്ള ആന്നുള്ളൊരു ഫസ്റ്റ് മീനിങ്ഫുൾ വേർഡ് അല്ലെ, അർത്ഥവത്തായ ഒരു വേർഡ് കേട്ടപ്പോ എന്താണ് അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി. ഏത് സമയത്താണ്? അറൌണ്ട് ദ ഏജ് ഓഫ് 9 months, 9 മാസമായ സമയത്താണ് അനു ആ ഒരു വേർഡ് ചൊല്ലുന്നത്. Then she had articulated this word on seeing her mother. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അമ്മ നോക്കാൻ വേണ്ടിട്ട്. അമ്മയെ കാണുമ്പോഴാണ് അല്ലെ, അമ്മയെ കണ്ടപ്പോഴാണ് ആ വാക്ക് കുട്ടി പറയാൻ തുടങ്ങുന്നത് അല്ലെ. അമ്മയെ കാണുന്ന സമയത്തല്ലേ മാ എന്ന് പറയുന്നത്, അല്ലാതെ കുഞ്ഞിന്റെ അമ്മയെ കാണുന്ന നേരത്താണ് അതിനുള്ള ഒരു പ്രതികരണം കുഞ്ഞ് കാഴ്ചവെക്കുന്നത്. പിന്നീട് when a child utters the word, വേറൊരു ഉദാഹരണം പറയുന്നത് എന്താണ്? ഒരു വേർഡ് എന്താണ്? ഒരു പേരിന്റെ പേരെന്താണ് അവിടെ പറയുന്നത്? മിൽക്ക്. മിൽക്ക് എന്താണ്? പാൽ എന്നൊരു വാക്ക് ഉച്ചരിക്കുകയാണ് അല്ലെ. പാൽ എന്നൊരു വാക്ക് കുട്ടി ഉച്ചരിക്കുകയാണ്. ക്യാരീസ് എ ഹോൾ സെന്റൻസ്. അപ്പൊ ആ ഒരു വേർഡ് കൊണ്ട് എന്താണ് കുട്ടിക്ക് വേറൊരു സെന്റൻസിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഏത് സെന്റൻസ് ആണ്? ഏത് സെന്റൻസ് ആണ്? ഐ വാണ്ട് മിൽക്ക് അല്ലെ. കുട്ടി ഒരു പാലെന്ന വാക്ക് ഉച്ചരിക്കുന്ന സമയത്ത് അതിലൊരു വാചകം മുഴുവനും ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത് ചെറിയ വേർഡിലാണ് പറയുന്നെങ്കിൽ എന്താണ്? കുട്ടിക്ക് പാല് വേണം എന്നുള്ള നിർദ്ദേശമാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. പിന്നെ പാലെന്ന് പറയുമ്പോൾ അതിലൊരു ഹോൾ അർത്ഥം വരുന്നുണ്ട്. ഒരു വാചകം മുഴുവൻ ഒരു അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുഞ്ഞിന് പാല് വേണം, ഐ വാണ്ട് മിൽക്ക് എന്നൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. യെസ്, അപ്പൊ സന്ദർഭത്തിനനുസരിച്ച് എന്താണ് കുട്ടിക്ക് പാല് വേണം എന്നൊരു അർത്ഥം അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. യെസ്, ഇവിടെ depending on the context, it may mean that the child wants milk or that she's full and does not want any more. അവിടെ വേറെ കുട്ടികളുണ്ട്, വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല അല്ലെ. അവിടെ പാലെന്നൊരു വാക്ക് ഉച്ചരിക്കുന്ന സമയത്ത് അത് മുഴുവൻ എന്താണ്? പാല് വേണമെന്നൊരു അർത്ഥത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. And so one word may be used to name several objects. അപ്പൊ എന്താണ്? ഒരു വാക്കുകൊണ്ട് പലതരത്തിലുള്ള വേർഡ്സുകള് അല്ലെങ്കിൽ പല ഒബ്ജക്ട്സുകൾ ഉണ്ടാകാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണത്? ഒരു വാക്ക് പല ഒബ്ജക്റ്റുകൾക്ക് പേരിടാനും ഉപയോഗിക്കാനും കാരണമാകും. ഉദാഹരണത്തിന് ഇപ്പൊ എന്താ പറയുന്നത്? ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഡോഗ്. ഡോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലേക്ക് വരുന്നത്? ഡോഗ് എന്ന് പറയുമ്പോൾ 4 കാലുകൾ. ഇവിടെ പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഓൾ 4-legged animals may be called by the one word dog അല്ലെ. എല്ലാ 4 കാലുള്ള മൃഗങ്ങളെ എന്താണ്? ഡോഗ് എന്ന പേരിലാണ് കുട്ടി മനസ്സിലാക്കുന്നത് അല്ലെ. അതായത് ഒന്നുകൂടി പറയാം, 4 കാലുള്ള മൃഗങ്ങളെയും അതുപോലെ നായ എന്ന ഒറ്റ വാക്ക് എന്ന് വിളിക്കും അല്ലെ. അപ്പൊ കുട്ടി 4 കാലുള്ള മൃഗങ്ങളെല്ലാം എന്താണ് ആദ്യം വിചാരിക്കുന്നത് ഡോഗ് ആണെന്നുള്ള മീനിങ്ങിലാണ് കുട്ടി വിചാരിക്കുന്നത്. പിന്നീട് എന്താണ്? ഗ്രാജുവലി കുട്ടി മനസ്സിലാക്കുന്നതാണ്. കുട്ടി ലേൺ ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് അതിന്റെ ഡിഫറൻസ് കുട്ടിക്ക് മനസ്സിലാവും. ആദ്യം പട്ടിയെ മാത്രം മനസ്സിലാക്കും അല്ലെ, ഡോഗ് എന്നൊരു വാക്ക് മനസ്സിലാകും. അതിൽ നിന്ന് കുട്ടിക്ക് എന്തറിയാം? അത് 4 കാലുള്ള ഒരു മൃഗമാണെന്ന് കുട്ടി മനസ്സിലാക്കും അല്ലെ. പിന്നീട് എന്താണ്? It is gradually learns to use specific names like. അപ്പൊ 4 കാലുള്ള മറ്റു മൃഗങ്ങളെ കുട്ടി ലേൺ ചെയ്തു കഴിഞ്ഞു. ആരൊക്കെയാണ്? cow, goat and horse. ഇതൊക്കെയാണ് ക്രമേണ കുട്ടി വ്യത്യാസങ്ങൾ മനസ്സിലാക്കും അല്ലെ. അങ്ങനെ പശു, ആട്, കുതിര തുടങ്ങിയ പ്രത്യേക പേരുകൾ ഉപയോഗിക്കാനായിട്ട് പഠിക്കുകയും ചെയ്യും. പിന്നീട് 4 കാലുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് കുഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷമാണ് ആ വ്യത്യാസങ്ങൾ കുട്ടിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി about 18 months, ഇനി ഒരു 18 മാസമായ ഒരു സമയത്ത് എന്താണ്? അനു had a vocabulary about 50 words. 18 മാസമായപ്പോ അനുവിന് എന്ത് സംഭവിച്ചു? വൊക്കാബുലറിയില് എത്ര വേർഡ്സ് സംസാരിച്ചു?
50 words. 50 words. 50 വാക്കുകളുടെ വൊക്കാബുലറി ഉണ്ടായിരുന്നു ആർക്ക് അനുവിന് ഏതൊരു സമയത്ത് 18 മാസമായ ഒരു സമയത്ത്. Then as her second year birthday, solicited എന്നല്ല നിങ്ങളുടെ ടെക്സ്റ്റ് കിടക്കണേ. Solicited. Solicited. Yes. അപ്പൊ രണ്ടാമത്തെ ബർത്ത്ഡേ ആയ സമയത്ത് എന്താണ് അനു could link two words. അനു could link two words കേട്ടോ, 2 words and make sentences like my doll, papa, pen, mama, office, papa, office, etc. അങ്ങനെ സെക്കൻഡ് ബർത്ത്ഡേ ആയ സമയത്ത് 2 വയസ്സായ സമയത്ത് എന്താണ് അവള് 2 വേർഡ്സ് വെച്ചിട്ട് സെന്റൻസ് പറയാൻ തുടങ്ങി അല്ലെ. 2 വേർഡ്സ് ലിങ്ക് ചെയ്തുകൊണ്ടിട്ട് കുട്ടി സംസാരിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് അവൾ സംസാരിക്കുന്നത്? മൈ ഡോൾ, പപ്പ, പെൻ, അമ്മ, ഓഫീസ്, പപ്പ, ഓഫീസ്. അപ്പൊ അവിടെ എന്താ കാണുന്നത്? 2 വാക്കുകള് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അല്ലെ, ലിങ്ക് ചെയ്തിട്ട് 2 വയസ്സായ സമയത്ത് അവളുടെ ലാംഗ്വേജ് അങ്ങനെയാണ് അല്ലെ. ഇപ്പൊ 18 മാസമായ സമയത്ത് 50 വേർഡ്സ് കുട്ടി സംസാരിച്ചു തുടങ്ങി. പിന്നീട് 2 വയസ്സായ സമയത്താണ് എന്താണ് 2 വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ചെറിയ സെന്റൻസ് അല്ലെ ലിങ്ക് ചെയ്തുകൊണ്ട് സെന്റൻസസ് പറയാൻ ആരംഭിക്കുന്നു. Then by the second birthday അല്ലെ, second birthday ടൈമില് a child can create about 100 words. സെക്കൻഡ് ബർത്ത്ഡേ ആവുന്ന സമയത്ത് കുട്ടിയുടെ വൊക്കാബുലറി എന്ന് പറയുന്നത് എന്തോരം ഉണ്ടായിരിക്കും? 100ഓളം വാക്കുകളായിരിക്കും കുട്ടിക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് അല്ലെ. A child can create about 100 words. വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് ഒരുപാട് വാക്കുകൾ ഏകദേശം. സോളിസൈറ്റഡ് പറഞ്ഞ എന്താ ടീച്ചറെ? എന്തോ സോളിസൈറ്റഡ് പറഞ്ഞ എന്താ? സോളിസൈറ്റഡ് എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ എന്റെ കയ്യിലുള്ള ടെക്സ്റ്റ് കൊടുത്തിട്ടില്ല കേട്ടോ. അതായത് അഭ്യർത്ഥന എന്നുള്ളൊരു മീനിങ്. നമ്മള് സോളിസൈറ്റ് എന്ന് വെച്ചാൽ അഭ്യർത്ഥിക്കുക എന്നുള്ളൊരു മീനിങ്. പക്ഷെ അതവിടെ ആയിട്ടൊരു കണക്ഷനും വരുന്നില്ല കേട്ടോ. സെക്കൻഡ് പാരന്റ്സിന്റെ അടുത്ത് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നതിനെയാണോ? മീനിങ്. പക്ഷെ നമ്മുടെ മനസ്സിലാവുന്നില്ല. രണ്ടാം സെക്കൻഡ് ബർത്ത്ഡേ ആവുന്ന സമയത്ത് ഇങ്ങനെ പറയുകയാണെന്നോ കുട്ടി ഇങ്ങനെ അഭ്യർത്ഥിക്കാന്നാണ് സോളിസൈറ്റ്. എനിക്ക് ഡോള് വേണം, എനിക്ക് പെന്ന് വേണം എന്നൊക്കെ ചോദിക്കുന്നതിനെയാണോ ഈ സോളിസൈറ്റഡ് എന്ന് പറയുന്നത്? അഭ്യർത്ഥിക്കാന്ന് പറഞ്ഞ എന്താണ്? റിക്വസ്റ്റ് ചെയ്യാന്നുള്ളൊരു മീനിങ് അല്ലെ. കുട്ടി ചോദിക്കുകയാണ് ഇത് വേണം അത് വേണം എന്നുള്ളത്. പറയുന്നത് വരെ ഏകദേശം ഒരു സെക്കൻഡ് ഇയർ ബർത്ത്ഡേ ആവുന്ന സമയത്തായിരിക്കും. ഓക്കെ, സോളിസൈറ്റഡിന്റെ മലയാളം മീനിങ് ആണ് അഭ്യർത്ഥിക്കുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത്. ആവശ്യങ്ങൾ ഉന്നയിക്കണേനാണോ മാം? അതെ അതെ, യെസ്. അപേക്ഷിക്കുക, അഭ്യർത്ഥിക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ചോദിക്കുക, അപ്പൊ ചോദിക്കാൻ തുടങ്ങുന്നത് അല്ലെ. ബർത്ത്ഡേ ആവുന്ന സമയത്ത് ഇതൊക്കെ ചോദിക്കാം, എനിക്ക് ഡോള് വേണം എന്നുള്ളതിനെ മൈ ഡോൾ, അങ്ങനെ മൈ പാപ്പ പെൻ എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ വേണം എന്നുള്ളതായിരിക്കും. ചോദിക്കുക അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ്, ചോദിക്കുകയാണ് കുട്ടി അല്ലെ. അപേക്ഷിക്കുക, വളരെയധികം അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഹൈലി സോളിസൈറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നന്നായിട്ട് കുഞ്ഞ് അത് വളരെ അപേക്ഷിച്ചു, അല്ലെങ്കിൽ വളരെയധികം അഭ്യർത്ഥിക്കുകയാണ്, ഇനി ചോദിക്കുകയാണ് അത് വേണം എന്നുള്ള രീതിയിൽ. ഓക്കെ, യെസ്. അപ്പോ ഒരു 6 മാസം തുടങ്ങി 2 വയസ്സാവുന്ന വരെയുള്ള ഒരു കുട്ടിയിലെ വൊക്കാബുലറിയുടെ വികസനങ്ങളാണ്, ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. എക്സാമ്പിളിലൂടെ അത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, യെസ്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പോ ഒരു കുട്ടിയുടെ ഇൻഫ്ലുവൻസ്, ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ചൈൽഡ് മെച്യൂരിറ്റി പാറ്റേൺ ഏതൊക്കെയാണ്? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്,
and the influence his grammatical behavior at different ages. ഈ രണ്ട് ഘടകങ്ങളാണ് ഒരു കുട്ടിയുടെ ഭാഷയുടെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അത് ചോദിക്കാറുണ്ട്, ഭാഷ വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഈ ചാപ്റ്റർ കഴിഞ്ഞു. ചെറിയ ചാപ്റ്റർ ആയിരുന്നു അല്ലേ? യെസ്. ഇനി നമുക്ക് എടുക്കാനുള്ള ഏതാണ്? സൈക്കോളജി അല്ലേ? അതെ. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റിൽ സൈക്കോളജി ഉണ്ടായിരിക്കുമല്ലോ. യൂണിറ്റ് 5 അല്ലേ? സോറി, യൂണിറ്റ് 6 ആണോ? 6. യൂണിറ്റ് 6. യൂണിറ്റ് 6 ഉണ്ടാവും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് വരുന്ന സമയത്ത് ആ ടെക്സ്റ്റ് കംപ്ലീറ്റ് വായിച്ചിട്ട് വരാം കേട്ടോ. ആ പാഠഭാഗം കംപ്ലീറ്റ് ആയിട്ട് വായിക്കാം. നിങ്ങൾക്ക് ആക്ടിവിറ്റി തരാറില്ല, അപ്പൊ ആക്ടിവിറ്റി വേണ്ടേ? തന്നോളൂ. ടീച്ചറായിട്ട് കുറയ്ക്കണ്ട, എല്ലാരും ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇനി ടീച്ചർ തരാതിരിക്കണ്ട, തന്നോളൂ. നിങ്ങള് മിസ്സിനെ കാണാൻ പറ്റുന്നില്ലല്ലോ, കൊറേ നേരമായി. എല്ലാവർക്കും ഉണ്ടോ അത്? എല്ലാവർക്കും ഉണ്ട്, കുഴപ്പമില്ല. ടീച്ചർ ഇനി റിലാക്സ് ആകട്ടെ. കാണുന്നില്ലല്ലോ, കുറെ നേരമായി. പിന്നെ ഞാൻ വിചാരിച്ചു കട്ടാകാരായല്ലോ, അതുകൊണ്ടായത്. ടീച്ചർ ആക്കിയതാണോ വിചാരിച്ചു. നിങ്ങള് വൊക്കാബുലറി സെന്റൻസസ്, അതായത് ഹലോ, ഞാനൊന്നും കേൾക്കാഞ്ഞിട്ടാണോ? ഇല്ലില്ല, ഞാൻ പറയാഞ്ഞിട്ടാണ്. വെയിറ്റ് ചെയ്യട്ടോ, മിനിറ്റ്. ഓക്കെ. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, അതൊന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് കൊണ്ടുവരണം കേട്ടോ. ക്വസ്റ്റ്യന്റെ ആൻസറോ? ആ, അതാണ് ആക്ടിവിറ്റി കേട്ടോ. വാട്ട് ആർ ദ 4 മെയിൻ സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്? വാട്ട് ആർ ദ 4 മെയിൻ സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്? 4 മെയിൻ സ്റ്റേജസ് ഓഫ് MAIN. അപ്പൊ ആ ഒരു സ്റ്റേജ് നോക്കുമ്പോ സ്റ്റേജസിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ രീതിയിലാണ് കുഞ്ഞ് സംസാരിക്കുന്നത്, എന്തൊക്കെ വേർഡ്സ് ആണ്, അതൊക്കെ കണ്ടെത്തുമ്പോ മനസ്സിലാവും കേട്ടോ. അതൊരു ആക്ടിവിറ്റി ആയിട്ട് ബുക്കിൽ എഴുതി നോക്കാം കേട്ടോ. ബുക്കിൽ എഴുതിയാൽ മതിയോ? വേറെ എഴുതണോ? ഈ ക്വസ്റ്റ്യൻ എഴുതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്തി കൊണ്ടുവന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. മിസ്സേ, ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? What are the 4 stages of language development? Okay. What are the 4 stages of language development?
ഈ സൈൻ ഔട്ട് ആരാണ്? ഞാനാണ് മിസ് ആതിര. Goodbye, my friends. Goodbye, my friends. See you next time. See you next time. Let's go home together. Let's go home together. Be careful. Be careful. Then I am your friend Adira. Sign out for this section and say goodbye. See you next class. Goodbye. Thank you.